ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. മുകുന്ദമാല സ്തോത്രത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത്. 33 ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് 34, 35, 36 എന്നീ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. 34ാമത്തെ ശ്ലോകം. കൃഷ്ണ ത്വദീയ പദപങ്കജ പഞ്ചരാന്തം അദ്യൈവ മേ വിശതു മാനസരാജഹംസ പ്രാണപ്രയാണ സമയേ കഫവാദപിത്തൈ കണ്ഠാവരോധനവിധൗ സ്മരണം കുതസ്തേ. എന്താണ് പറയുന്നത്? കൃഷ്ണ, ഭഗവാനേ കൃഷ്ണ, ത്വദീയ പദപങ്കജ പഞ്ചരാന്തം, നിന്തിരുവടിയുടെ പാതാരവിന്ദങ്ങളാകുന്ന കൂടിനെ, മേ എൻ്റെ, മാനസരാജഹംസ മനസ്സാകുന്ന രാജഹംസം, അതായത് അരയന്നപ്പക്ഷി, അദ്യ ഏവ ഇപ്പോൾ തന്നെ, വിശതു പ്രാപിക്കട്ടെ, പ്രാണപ്രയാണ സമയേ പ്രാണങ്ങൾ ശരീരത്തെ വിട്ടുപോകുന്ന സമയത്ത്, അതായത് മരണസമയത്ത്, കഫപിത്തവാദൈ, കഫം പിത്തം വാദം എന്നീ 3 ദോഷങ്ങളാൽ, കണ്ഠാവരോധന വിധൗ കണ്ഠദ്വാരം അടയുമ്പോൾ, തേ സ്മരണം നിന്തിരുവടിയെ ഓർമ്മിക്കാൻ, കുതഹ എങ്ങനെ സാധിക്കാനാണ്? അല്ലയോ കൃഷ്ണ, ഭഗവാനെ, എൻ്റെ മനസ്സാകുന്ന രാജഹംസം അങ്ങയുടെ പാദപത്മങ്ങളാകുന്ന കൂട്ടിനുള്ളിലേക്ക് ഇപ്പോൾ തന്നെ പ്രവേശിക്കട്ടെ. പ്രാണൻ പോകുന്ന സമയത്ത് കഫവാദപിത്തങ്ങൾ വന്ന കണ്ഠം തടയപ്പെടുമ്പോൾ എങ്ങനെയാണ് അങ്ങയെ ഓർമ്മിക്കാൻ സാധിക്കുക? മരണസമയത്തു മാത്രം ഭഗവാനെ ഓർമ്മിച്ചാൽ മതി എന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല. ഈ അന്തേ നാരായണ സ്മൃതി അത് നിരന്തരമായിട്ട് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ആ ഭഗവാനെ ഭജിക്കുക, കീർത്തിക്കുക, നാമജപം ശീലാക്കുക. അങ്ങനെ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നാൽ മാത്രമേ നമുക്ക് അന്തേ നാരായണ സ്മൃതി ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തു വേണം? ആ വിഷയങ്ങളിൽ നിന്ന് വിട്ട് വരണം. പ്രായം കൂടുന്തോറും വിഷയങ്ങളിൽ നിന്ന് വിട്ട് എവിടേക്ക് എത്തണം? ഈശ്വര സ്മരണയിലേക്ക് എത്തണം. വിഷയസ്മരണ വിടണം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ജീവിതത്തിൽ എപ്പോഴും ചെയ്ത് അനുഭവങ്ങളെ കൊണ്ട് സ്വഭാവമായി തീർന്നിട്ടുള്ള കാര്യങ്ങളാണ് മരണസമയത്ത് ഓർമ്മ വരിക. അതുകൊണ്ട് ഇനി സമയം കളയാതെ ഇന്നു മുതൽക്ക് തന്നെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഭജിച്ച് ഭഗവത് ഭക്തി ഒരു സ്വഭാവമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ് സാധകൻ. വലിയൊരു കാര്യമാണ് നമ്മളോട് പറഞ്ഞു തന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ 3ാമത്തെ സ്കന്ധത്തിൽ കപിലയത്തിൽ കപില ഭഗവാൻ 30ാമത്തെ അധ്യായത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അമ്മയായ ദേവഹൂതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദേഹഗേഹാദികളിലുള്ള ആസക്തി മൂലം ഉള്ള നരകപ്രാപ്തി അവിടെ വിശദീകരിക്കുന്നുണ്ട്. ആ സമയത്ത് മരണം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുടെ ബുദ്ധിമുട്ടുകളൊക്കെ വിശദമായിട്ട് അവിടെ കാണാം. 14, 15, 16 ശ്ലോകങ്ങളിലൊക്കെ ഇവിടെ പറഞ്ഞതിന് സമാനമായിട്ട് അവിടെ കാണുന്ന ശ്ലോകം 15, 16 വായുനോത്ക്രമദോത്താര കഫ സംരുദ്ധ നാടിക കാസശ്വാസകൃതായാസ കണ്ഠേ ഖുരഖുരായതേ. 16ാമത്തെ ശ്ലോകം 3ാമത്തെ സ്കന്ധത്തിൽ 30ാമത്തെ അധ്യായത്തിൽ 16ാമത്തെ ശ്ലോകമാണ് ഇവിടെ പാരായണം ചെയ്തത്. ആ മരണം പ്രതീക്ഷിച്ച് കിടക്കുന്ന സമയത്ത്
കഫം വർദ്ധിച്ച താടികളടയും, കാസശ്വാസത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കും, വായുക്ഷോഭം നിമിത്തം കൺമിഴികളൊക്കെ പുറത്തേക്ക് തള്ളും, കഫം കുരുങ്ങി തൊണ്ടയിൽ ഖര ശബ്ദം ഉണ്ടായി സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടും. അപ്പോൾ ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ നേരത്തെ തന്നെ നമ്മൾ ആ ഭഗവത് നാമങ്ങളെ ശീലമാക്കണം. ഭഗവത് സ്മരണം അത് കൂടുതൽ സമയം നമ്മൾ അതിനായി ചെലവഴിക്കണം. ഭഗവത് സ്മരണത്തിനായി പതുക്കെ ആ വിഷയങ്ങളിൽ നിന്ന് വിട്ടുവന്ന് അന്ത്യകാലം അണയുമ്പോഴേക്കും പൂർണ്ണമായും എന്ത് വേണം, നമ്മൾക്ക് ആ നാരായണൻ്റെ സ്മരണ നിലനിർത്താൻ സാധിച്ചാൽ ആ സ്മരണയോടുകൂടി നമ്മൾക്ക് ഈ ദേഹം വെടിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഇനി 35-ാമത്തെ ശ്ലോകം. ചേതശ്ചിന്തയ കീർത്തയ സ്വരസനേ നമ്രീഭവത്വം ശിരോ ഹസ്താവഞ്ജലി സംപുടം രചയതം വന്ദസ്വ ദീർഘം വപു ആത്മൻ സംശ്രയ പുണ്ടരീകനയനം നാഗാചലേന്ദ്രസ്ഥിതം ധന്യം പുണ്യതമം തദേവ പരമം ദൈവം ഹി സംസിദ്ധയേ. ചേതഃ അല്ലയോ മനസ്സേ, ചിന്തയ നീ എപ്പോഴും ചെന്താമരക്ഷനായ ഭഗവാനെ സ്മരിക്കൂ. രസനേ അല്ലയോ നാവേ, കീർത്തയസ്വ നീ എപ്പോഴും ഭഗവാനെ തന്നെ കീർത്തിക്കൂ. ശിരഃ അല്ലയോ ശിരസ്സേ, ത്വം നീ നമ്രീഭവ ഭഗവാനെ താണുവണങ്ങൂ. ഹസ്തൗ രണ്ട് കൈകളെ, അഞ്ജലി സംപുടം രചയതം നിങ്ങൾ ഭഗവാനെ കൈകൂപ്പി തൊഴുവിൻ. വപുഹു അല്ലയോ ശരീരമേ, ദീർഘം വന്ദസ്വ നീ ഭഗവാനെ ദണ്ഡ നമസ്കാരം ചെയ്യൂ. ആത്മൻ അല്ലയോ ജീവ, നാഗാചലേന്ദ്രസ്ഥിതം നാഗാചലത്തിൽ സ്ഥിതി ചെയ്യുന്ന, തിരുപ്പതിയിൽ സ്ഥിതി ചെയ്യുന്ന എന്നർത്ഥമെടുക്കാം. പുണ്ടരീക നയനം കമലദള നേത്രനെ സംശ്രയ സർവാത്മന ശരണം പ്രാപിക്കൂ. സംസിദ്ധയെ മോക്ഷപ്രാപ്തിക്കായി ആശ്രയിക്കേണ്ടവനും, ധന്യം ധന്യനും, പുണ്യതമം പുണ്യത്തെ വളർത്തുന്നവനും, പരമം സർവോത്കൃഷ്ടനുമായ ദൈവം, അതായത് ദൈവം ഈശ്വരൻ, തത് ഏവഹി അത് തന്നെ എന്ന് പറയുകയാണ്. ഇതിന് സമാനമായിട്ടുള്ള ഒരു ശ്ലോകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 21-ാമത്തെ ശ്ലോകം. ജിഹ്വേ കീർത്തയ കേശവം എന്ന് തുടങ്ങുന്ന 21-ാമത്തെ ശ്ലോകത്തിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അപ്പം നിരന്തരമായിട്ട് ആ ഭഗവാനെ സ്മരിക്കുക, കീർത്തിക്കുക, നമസ്കരിക്കുക. ഇങ്ങനെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും വാക്കുകൊണ്ടും എല്ലാം ഭഗവാനെ സ്മരിക്കാനും നമസ്കരിക്കാനും കീർത്തിക്കാനും എല്ലാം സ്മരിക്കാനും എല്ലാം നമ്മൾ പരിശ്രമിക്കുക. കൂടുതൽ സമയം അതിനായിട്ട് ചെലവഴിക്കുക. അപ്പോൾ മാത്രമേ അന്തേ നാരായണ സ്മൃതി എന്നുള്ളത് ഉണ്ടാവുകയുള്ളൂ എന്ന് എപ്പോഴും ഓർമ്മിക്കുക. ഇനി 36-ാമത്തെ ശ്ലോകം. ശൃണ്വൻ ജനാർദ്ദന കഥാ ഗുണകീർത്തനാനി ദേഹേനയസ്യ പുളഗോത്തമരോമരാജി നോത്പദ്യതേ നയനയോർ വിമലാംബുമാലാ ധിക്തസ്യ ജീവിതമഹോ പുരുഷാർത്ഥമസ്യ. ജനാർദ്ദന കഥാഗുണകീർത്തനാനി ഭഗവാൻ
ജനാർദ്ദനൻ്റെ കഥകളെയും ഗുണങ്ങളെയും സംബന്ധിച്ച കീർത്തനങ്ങൾ ശൃണ്വൻ കേൾക്കുമ്പോൾ യസ്യ യാതൊരുവൻ്റെ ദേഹേ ശരീരത്തിൽ പുളകോദ്ഗമ രോമരാജിഹി ഭക്തി കൊണ്ടുള്ള രോമാഞ്ചം ന ഉണ്ടാകുന്നില്ലയോ. നയനയോഹോ രണ്ടു കണ്ണുകളിലും വിമലാംബുമാല ആനന്ദക്കണ്ണീർ ന ഉത്പദ്യതേ നിറഞ്ഞൊഴുകുന്നില്ലയോ. പുരുഷാധമസ്യ മനുഷ്യരിൽ വെച്ച് അധമനായ തസ്യ അവൻ്റെ ജീവിതം അഹോ കഷ്ടം ധിക് നിന്ദ്യം തന്നെ. സാധാരണ മനുഷ്യർക്ക് വിഷയങ്ങളിൽ രമിക്കാനാണ് ഇഷ്ടം. എന്നാൽ വിഷയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്നു എന്ന് പറയപ്പെടുന്ന സന്തോഷം എന്നുള്ളത്, സുഖം എന്നുള്ളത് അത് വെറും താൽക്കാലികം മാത്രമാണ്. നിത്യമായ സുഖം, ആനന്ദം എന്നുള്ളത് ആ ഭഗവത് ചിന്തയിൽ കൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക്, അതായത് ഒരു സാധകനെ സംബന്ധിച്ച് എങ്ങനെയാണ് ആ ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ ശരീരത്തിൽ രോമാഞ്ചമുണ്ടാകും, കണ്ണുകളിൽ ആനന്ദക്കണ്ണീർ വന്ന് നിറഞ്ഞൊഴുകും. അങ്ങനെയല്ലാതെ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ യാതൊരു താല്പര്യവുമില്ലാതെ എന്തോ കെട്ടുപോകുന്നു എന്ന മട്ടിലിരിക്കുന്ന ആൾക്കാർ മനുഷ്യരിൽ വെച്ച് അധമനാണ്. അങ്ങനെയുള്ള ആളുടെ ജീവിതം നിന്ദ്യമാണ്, വളരെ കഷ്ടമാണ് ആ ഒരു അവസ്ഥ. അപ്പോൾ ഈ ശ്ലോകങ്ങളിലെല്ലാം തന്നെ നമ്മളോട് പറയുന്നത് നിരന്തരമായിട്ടുള്ള ഭഗവത് സ്മരണ നിലനിർത്തൂ, നിരന്തരമായി ഭഗവാനെ കീർത്തിക്കൂ, നിരന്തരമായി നാമം ജപിക്കൂ, ധന്യമാക്കി തീർക്കൂ ജീവിതം എന്നാണ് നമ്മൾക്കുള്ള സന്ദേശം. ഈ ശ്ലോകങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.